സോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് യു എയിൽ ഇത്രയും വർഷം. നേരത്തെ ജഡ്ജി പറഞ്ഞ പോലെ തന്നെ വെരി ഫസ്റ്റ് ബാച്ച് തൊട്ടിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള 2025 ബാച്ച് വരെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും യുണൈറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ആ ഒരു വൈബിൽ വെരി ഫസ്റ്റ് ടൈം യു എയിൽ മാഗസിൻ ലോഞ്ച് നടക്കാൻ പോവുകയാണ്. സോ ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞ പോലെ ഈ ഒരു മാഗസിൻ നടത്താൻ വേണ്ടിയിട്ട് അവരൊരു 1.5 മാസമായിട്ട് ഇതിൻ്റെ പുറകെ ഒരു കമ്മിറ്റീനെ രൂപീകരിച്ചിട്ട് അവർ ഓരോരോ എൻട്രീസ് എടുത്ത് അത് ഏതൊക്കെ കൊടുക്കണം, ഏതൊക്കെ കൊടുക്കണ്ട, ഏതൊക്കെ വെട്ടണ്ട എന്നൊക്കെ തീരുമാനിച്ച് ഫൈനലി ആ തിരുത്തൊക്കെ ഈ പറഞ്ഞ പോലെ അത് എഴുതിയിട്ടുള്ള ആളുകൾക്ക് തിരിച്ചയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നതെന്നൊക്കെ അവരുടെ പെർമിഷൻ മേടിച്ച് എല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മൾ ഇത്ര എഡീഷൻ ഇത്ര എണ്ണം മാഗസിൻസ് അത് അടിച്ച് പബ്ലിഷ് ചെയ്തത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ ഒരു ലോഞ്ച് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. സോ ആരെങ്കിലും മാഗസിൻ വേണം ഇനി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അത് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ പേര് കൊടുക്കുക. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല അലുമിനായി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്, നമ്മൾ പലയിടത്തും അതിന് സഹകരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോളേജിലും സ്കൂളിലൊക്കെ മാത്രമുള്ള ഒരു മാഗസീൻ അത് അലുമിനായിക്ക് വേണ്ടിയിട്ട് കൊടുക്കാന്ന് പറയുന്നത് അമേസിംഗ് ഇനിഷ്യേറ്റീവ്. അതിനൊരു അടിപൊളി കയ്യടി തന്നെ കൊടുക്കണം. നോർമലി അതെല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരു കോളേജിൽ ഒരു ഇയർ ആണ് ഒരു മാഗസിൻ ഇറങ്ങുന്നത്. ആ ഒരു ഇയറിന് വേണ്ടിയിട്ട് അതിന് മുമ്പേ അതിന്റെ മാഗസിൻ എഡിറ്ററുടെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അവർ കുറെ സമയമെടുത്ത് ടൈം എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഹോൾ ഇയറിൽ ഒരു പ്രോസസ്സ് 2 മാസം കൊണ്ട് ഇവരത് ചെയ്ത് അത് ആ ഒരു കവറിന് വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ നടത്തി കവറിന്റെ ഡിസൈൻസിന് ഒരു എൻട്രീസ് ഇൻവൈറ്റ് ചെയ്ത് സെമസ്റ്റർ എന്നുള്ള പേരിട്ടു. പേര് ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. പേരിട്ടത് ഐ തിങ്ക് നമ്മുടെ യു എയിലെ മാത്രം MEC എന്നല്ല, എനിക്ക് തോന്നുന്നു പുറത്തെല്ലാ ആളുകളിൽ നിന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജിഹാനാണ് ഇതിന്റെ പുറകിൽ അഹോരാത്രം പണിയടിച്ചതിൽ ചുക്കാൻ പിടിച്ച ഒരാൾ. അപ്പോൾ ചുക്കാൻ പിടിച്ച ആൾ പറയട്ടെ, ഒന്ന് കാര്യമായിട്ട് പറയൂട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മൊമെൻ്റാണിത്, നമ്മുടെ സ്വന്തം മാഗസീൻ്റെ റിലീസ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ഫ്രൈഡേ കണ്ടു കാണും. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നമ്മൾ MEACE അലുമിനായി UAE ബ്രാഞ്ചിൻ്റെ ഫസ്റ്റ് മാഗസിൻ ഒഫീഷ്യലി അവിടെ റിലീസ് ചെയ്തു. നമ്മൾ ഷാർജ ബുക്ക് ഫെസ്റ്റ് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ അത് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. മാഗസീനെ കുറിച്ച് ബാക്കി എല്ലാവരെയും ക്ഷണിക്കുന്നതിനെയും ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ ബ്രീഫ് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വർഷം മെയ്യിലാണ് ഈ OB ഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ അർഷദ് പറഞ്ഞു നമുക്കൊരു മാഗസീൻ ഇറക്കിയാലോ. അത് പറഞ്ഞ് 2-3 സെക്കൻഡ് ആരും ഒന്നും മിണ്ടിയില്ല, ആർക്കും വലിയതായി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മാഗസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല എൻജിനീയറിങ് സബ്ജക്ട്സ് വെച്ചിട്ടുള്ള മാഗസീനാണോ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു സയൻസ് മാഗസീനാണോ? അപ്പം പറഞ്ഞു അല്ല, നമുക്ക് നമ്മുടെ അലുമിനയിലുള്ള ആൾക്കാരുടെ കഴിവൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാഗസീൻ. അപ്പോൾ പിന്നെ ഓരോരുത്തർ കമ്മിറ്റിയിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടൻറ് എങ്ങനെ കിട്ടും, നമ്മൾ അതെങ്ങനെ പബ്ലിഷ് ചെയ്യും, അതിനൊരു എഡിറ്റർ വേണ്ടേ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ്. പിന്നെ ആ 11 ആൾക്കാർ ഒരുമിച്ചിരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒരുപാട് ഒരു 5-6 മാസത്തെ ഒരുപാട് കഠിനാധ്വാനത്തിന് ശേഷം ആ മാഗസീൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. ആ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ യുനാനിമസായി എല്ലാ OB മെമ്പേഴ്സും കൂടി എഡിറ്റർ ആരായിരിക്കണം എന്നുള്ളതും തീരുമാനിച്ചിരുന്നു. രജീഷ്, ആസ് യു ഓൾ നോ. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് കടന്നുപോയതിൽ നിന്ന് ഇപ്പോഴൊരു സ്വപ്നം കണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പല കമ്മിറ്റികൾ രൂപീകരിച്ചു. കണ്ടന്റിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ നമ്മൾ അലുമിനായി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. ഒരു 40 കണ്ടന്റ് കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിച്ച നമുക്ക് 150 കണ്ടന്റാണ് വന്നത്. നമ്മൾ എൻജിനീയർമാർ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്നുള്ളത് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് കിട്ടിയ കണ്ടന്റുകൾ പ്രൂഫ് റീഡ് ചെയ്യാനും മാഗസിൻ്റെ ആർട്ട് ഡിസൈൻ ചെയ്യാനും സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടും എന്താ പറയുക ഫോട്ടോ കളക്ഷൻസ് വേണ്ടിയിട്ടും എന്ന് വേണ്ട 100-ലധികം members from our alumni had worked so hard to make this happen. So a big round of applause for all of them. It's a very special and proud moment for MEACE alumni. So I would like to invite on stage Sajjad to talk few words about it.
നമസ്കാരം. മാഗസിനെ പറ്റി ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ജിഹാൻത്തെ പറഞ്ഞു. കുറച്ചിറങ്ങിയെന്നോ ഫോട്ടോ ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കണം. ഓക്കെ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജിഹാൻത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാഗസിൻ ഇൻചാർജ് ആയിരുന്നു. എനിക്ക് OB റെസ്പോൺസിബിലിറ്റി തരുന്ന സമയത്ത് ഞാൻ ഇത്രക്കൊരു വലിയ ടാസ്ക്കാണ് പുൾ ഓഫ് ചെയ്യാൻ പോകുന്നുള്ള അറിയുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 5 മാസം മോർ ദാൻ 51 മെമ്പേഴ്സ് ഫ്രം ദ കോർ ടീം 24/7 ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയൊരു റിസൾട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മനസ്സിലുണ്ടായിരുന്ന ഒരു ഡ്രീം മൊമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ അലുമിനിയുടെ ഫസ്റ്റ് എവർ അലുമിനി മാഗസിൻ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. കുറേ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറും എല്ലാം ഓപ്പൺ ചെയ്യും. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മാഗസിൻ ഉണ്ടാവണം. അതിൽ നമ്മളുടെ അലുമിനിയുടെ കഴിഞ്ഞ 25 ഇയേഴ്സിലെ ജേണി, നമ്മളുടെ ഹാപ്പിനെസ്, നമ്മളുടെ ഷെയർഡ് മെമ്മറീസ്, നമ്മളുടെ കുറേ ആൾക്കാരുടെ ഇമോഷൻസ്, എവ്രിതിങ് ഇസ് ദർ. സോ ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊക്കെ ഈ മാഗസിൻ ഉണ്ടാവണം. അതിനെപ്പറ്റി പറഞ്ഞാൽ കുറേ എഴുത്തുകാർക്കുള്ള മോട്ടിവേഷനാണ്. നമ്മൾ അലുമിനിയിൽ ഇതുവരെ എഴുത്തുകാർക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോമും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് കുറേ നല്ല അടിപൊളി കഥകളുണ്ട്. പിന്നെ എൻ്റെ കഥ ഉണ്ട്, അത് വായിക്കണ്ട, ബാക്കിയെല്ലാം കഴിച്ചോളൂ, അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനും ഇതിന് ആധികാരികമായി എന്താണ് മാഗസിൻ, ഞങ്ങൾക്ക് ആർക്കും മാഗസിൻ എന്താണെന്നുള്ള അറിയില്ലായിരുന്നു. അതിലെ കുറേ വാചകങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ, ആധികാരികമായി പറയാൻ ഒരാളേ ഉള്ളൂ, ഇതിൻ്റെ വൺ ആൻഡ് ഓൺലി എഡിറ്റർ മിസ്റ്റർ രജീഷ് മീത്തേൽ. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. 280 പേജ് മുഴുവൻ ജിഹാനും സജാദും കൂടെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എഴുതി കൊണ്ടുവന്നതെല്ലാം ഇവർ പറഞ്ഞു. എന്നെ പിടിച്ച് എഡിറ്റർ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആ മാഗസിൻ്റെ ലോഞ്ച് സമയത്ത് നമ്മൾ ഡേ ബിഫോർ യെസ്റ്റർഡേ SIBF-ൻ്റെ മനോഹരമായ വേദിയിൽ, അത്ര ഒരു പ്രൗഢഗംഭീരമായ വേദിയിൽ, അതും ഫ്രൈഡേ ഈവനിങ് 8 PM എന്ന പ്രൈം സ്ലോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മാഗസിൻ അവിടെ ലോഞ്ച് ചെയ്തു. അവിടെ നിന്ന് ആ മാഗസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ഓരോരുത്തരും ഇതിനെ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവന്നതെന്ന്. ഞാൻ വിചാരിച്ചു ഇവിടെ ബാക്കിൽ മീഡിയ വോളിൽ അതിൻ്റെ ഒരു കവറെങ്കിലും കാണാൻ പറ്റുമെന്ന്. ഇറ്റ്സ് നോട്ട് അവൈലബിൾ, ലെറ്റ് മി ടെൽ യു. വളരെ മനോഹരമായ ഒരു കവറാണ് ചെയ്തിട്ടുള്ളത്. കവർ ഡിസൈൻ ചെയ്തത് 2009 ബാച്ച് ആർക്കിടെക്ചറിൽ നസ്രീനാണ്. എഗെയിൻ മാഗസിന് വളരെ മനോഹരമായ പേര്, സെമസ്റ്റർ എന്നൊരു പേര് സജസ്റ്റ് ചെയ്തത് 2010 ബാച്ച് സുഹൈർ സിദ്ദീഖ്. ദെൻ ആ പേരിനോടങ്ങ് ജെല്ല് ചെയ്ത് പോകുന്ന, അതിനോടങ്ങ് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ടാഗ് ലൈൻ, ബിയോണ്ട് ദ സിലബസ്. നമ്മുടെ സിലബസിന് വെളിയിലുള്ള നമ്മൾ, ഒരു പ്രൊഫഷണൽ കരിയറിന് വെളിയിലുള്ള നമ്മളെ പുറത്തോട്ട് കൊണ്ടുവന്ന ആ ഒരു മനോഹരമായ ടാഗ് ലൈൻ കൊടുത്തിരുന്നത് ഷമീം അബ്ദുള്ള. സോ മാഗസിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ നിങ്ങൾ കാണുന്നത് ഇത്രയുമാണ്. അവിടെ നിന്ന് തുറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡൻറ്റ് ഇവരെല്ലാവരും കോട്ട് ഇട്ട് കയ്യും കെട്ടി നിൽക്കുന്ന ഫോട്ടോ കാണാൻ പറ്റും. ആ ഫോട്ടോയിൽ മാത്രമേ അവർ കോട്ടിട്ട് കയ്യും കെട്ടി നിന്നിട്ടുള്ളൂ. കഴിഞ്ഞ 3 മാസം അവരുടെ പട്ടിപ്പണി എടുത്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന മാഗസിൻ. 103ഓളം ക്രിയേറ്റീവ് കോണ്ടൻറ്റ്, ഓൾമോസ്റ്റ് ഒരു 7ഓളം ആർട്ടിസ്റ്റിക് കോണ്ടൻറ്റ്, അങ്ങനെ 110, 112ഓളം കോണ്ടൻറ്റ് അതിനകത്തുണ്ട്. തുടക്കത്തിലെ പേജുകൾ മറിച്ച് അകത്തോട്ട് പോവുകയാണെങ്കിൽ ആദ്യം അത് തുടങ്ങുന്നത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ സഞ്ജയ് അബ്ദുൽ ഖാദറിൻ്റെ ഒരു ആർട്ടിക്കിളോടുകൂടിയാണ്. ഫ്രം ലിവിങ് റൂം ഡ്രീംസ് ടു എ ത്രൈവിംഗ് ഫാമിലി. ആ സിംഗിൾ ആർട്ടിക്കിളിൽ കഴിഞ്ഞ 2 ഡെക്കേഡ്സിലെ നമ്മുടെ ജേണി, സഞ്ജയും സലാഹുദ്ദീനും ഒക്കെ ഒരു ലിവിങ് റൂമിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കണ്ട ഇത്രയും വലിയ ഒരു അലുമിനിയിലേക്കുള്ള ആ വളർച്ച, ആ ജേണി ആ ഒരു സിംഗിൾ ആർട്ടിക്കിൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ 3 ക്ലബ്ബുകൾ, ആക്ച്വലി നമ്മൾ ഈ ബുക്കിനെ സെമസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് എലമെൻറ്റ്സിൽ
മെസനൻസ്, സ്വാഗ്സ്കാർഡ്, മെസ്ഫിൽ എന്നീ ക്ലബ്ബുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കോണ്ടൻ്റാണ് എൻ ഓ ടു ദ ക്യാമ്പസ്. സുബിൻ സൂസൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കാവോ? സുബിൻ സൂസൻ എഴുതി വെച്ച എൻ ഓ ടു ക്യാമ്പസ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ സുബിൻ സൂസൻ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, നമ്മളുടെ കഥകൾ വ്യത്യസ്തമല്ല, അവ പരസ്പര പൂരകങ്ങളാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മൾ ചേർത്ത് വെക്കുന്ന സൗഹൃദം ഇതിനകത്ത് സുബിൻ ഒരു സിംഗിൾ പേജിൽ ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും ഇൻഡെപ്തായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ ഇന്ന് ഇവിടെ ഇല്ലേ? ആഷിക്ക് എഴുതി വെച്ച വളാഞ്ചേരി ടു ദുബായ് ത്രൂ കുറ്റിപ്പുറം എന്നൊരു ആർട്ടിക്കിളുണ്ട്. അവിടെയും നമ്മുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കഥകൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ആക്ച്വലി ഇതൊരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ കൂടിയാണ് ഈ മാഗസിൻ. 1964 MES എന്ന ഓർഗനൈസേഷൻ ഉണ്ടായത് മുതൽ 1994 നമ്മുടെ MES എന്ന എഞ്ചിനീയറിംഗ് കോളേജ് എസ്റ്റാബ്ലിഷ് ആയതും 97 നമ്മുടെ പുതിയ ക്യാമ്പസിലോട്ട് മാറിയതും തൊട്ട് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെയുള്ള നമ്മുടെ ചരിത്രം ഈ ഒരു 250 പേജുകളിൽ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. ഇതെന്നൊന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ തസ്ലീം ഇവിടെയുണ്ടോ? തസ്ലീം എഴുതി വെച്ച കണ്ണാപ്പിയെ കാണാനില്ല എന്നൊരു കഥയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സത്യനന്ദിക്കാടിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടിരുന്നു. അതിൽ സത്യനന്ദിക്കാട് പറയുന്നുണ്ട്, ശ്രീനിവാസൻ ഇനിയും എഴുതുമെങ്കിൽ ഒരു സന്ദേശം 2 ചെയ്യാൻ പറ്റും. എനിക്ക് ശ്രീ സത്യനന്ദിക്കാടിനോട് പറയാനുള്ളത്, ശ്രീനിവാസൻ എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് തസ്ലീമിനെ വിളിക്കാം. ഇത്രയും മനോഹരമായിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സറ്റൈറിക്കലായിട്ട് കോണ്ടൻറ്റ് എഴുതാൻ കഴിവുള്ള തസ്നീം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നത് തസ്നീമിന് പറ്റിയൊരു അബദ്ധമാണ്. ദെൻ സാധന എവിടെയുണ്ടോ? സാധന എഴുതി വെച്ച ചായക്കടയിലെ മനുഷ്യൻ എന്നൊരു ആർട്ടിക്കിളുണ്ട്. ഒരു പുഞ്ചിരി ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷം അതിൽ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദെൻ ഇറ്റാലിയൻ ജോബ് എന്ന ഒരു ട്രാവലോഗുണ്ട്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഷാർജ ബുക്ക് ലോഞ്ചിൽ വെച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു ബുക്കിനകത്ത് പ്രണയമുണ്ട്, വിരഹമുണ്ട്, സമരമുണ്ട്, പ്രവാസമുണ്ട്, പട്ടിണിയുണ്ട്, ഭക്ഷണമുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ വികാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന 280 പേജുകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നഹല എഴുതിയ ഒരു കവിതയുണ്ട്. അതിൽ നഹല മാരീഡ് ഡോട്ടർ, അതിൽ നഹല പറയുന്നുണ്ട്, എ ഡിവോഴ്സ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു കണ്ടൻറ്റിലൂടെ നഹലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നിങ്ങൾ അതിൽ പേജ് മറിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തലഹ എവിടെയുണ്ടോ? ഞങ്ങൾ മാഗസിന് വേണ്ടി പ്രയത്നിച്ചവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് വരാൻ വേണ്ടി ഏറ്റവും നടുവിൽ കയറി നിന്നതായിരുന്നു. പേജ് മറിച്ച് നടുവിലെത്തിയപ്പോൾ നടുപേജ് കയറി തലഹയുടെ ഫോട്ടോ പകുതി ഇടത്തെ പേജിലും പകുതി വലത്തെ പേജിലുമായി ആരും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. റീറൈറ്റ് യുവർ സ്റ്റോറി എന്നൊരു മനോഹരമായ ഷാബിദ എഴുതിയൊരു കണ്ടന്റ് ഉണ്ട്. ഇടയ്ക്ക് വെച്ച് കരിയറിൽ ബ്രേക്ക് വന്നു പോയ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തിരിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടൻ്റാണത്. പിന്നെ എടുത്തു പറയേണ്ടത് റിയാസ് ഇവിടെയുണ്ട്. റിയാസ് എഴുതിയ ഓർമ്മയിലെ ഊണ് എന്ന് പറഞ്ഞൊരു ഭക്ഷണത്തിൻ്റെ കഥയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അലുമിനി വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ളവർക്കറിയാം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം കരാമയിലെത്തിയാൽ അല്ലെങ്കിൽ എവിടെ എത്തിയാലും അവിടെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് എവിടെയാണെന്നറിയാൻ വേണ്ടി വിളിക്കുന്നത് റിയാസിനെയാണ്. ഇനി ഈ വേദിയിൽ വെച്ചുകൊണ്ട് എനിക്ക് അനൗൺസ് ചെയ്യാനുള്ളത്, റിയാസിൻ്റെ ഒരു ബുക്ക് കൂടെ വരാനുണ്ട്. മിക്കവാറും അടുത്ത ഷാർജ ബുക്സ് ഫെസ്റ്റിൽ നമ്മൾ പോകുന്നത് ഭക്ഷണത്തെക്കുറിച്ചും രുചിഭേദങ്ങളെക്കുറിച്ചും അതിലൂടെയുള്ള വൈകാരിക ബന്ധങ്ങളെക്കുറിച്ചും റിയാസ് എഴുതുന്ന ഒരു ബുക്കിൻ്റെ റിലീസിന് വേണ്ടിയിട്ടായിരിക്കും. ഏതായാലും ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി. കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു.
നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഈ ഒരു മാഗസിൻ്റെ ബാക്ക് ബോൺ ആയിരുന്ന രണ്ടാൾക്കാരാണ്. ഓക്കെ, അസിസ്റ്റന്റ് എഡിറ്റർ തസ്ലീൻ താ ആൻഡ് അവർ ട്രഷറർ ഫുആദ് ഖാൻ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. അടുത്തതായിട്ട് നമ്മളുടെ എഡിറ്ററെ പൊന്നാടണിയിക്കാൻ വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അവർ ഓൺ പ്രസിഡന്റ് അർഷദ് ഖാൻ. ഈ ഒരു മാഗസിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് അർഷദ് ഖാൻ ആയിരുന്നു. അർഷദ് ഖാൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അർഷദ് ഖാൻ കണ്ട സ്വപ്നമാണ്, അങ്ങനെ പറയണം. കാരണം പുള്ളി പറഞ്ഞ ഒരൊറ്റ ഡയലോഗിൽ നിന്നാണ് ഇന്നിപ്പോൾ ഈ ഒരു ലോഞ്ച് സെറിമണി നടക്കുന്നത്. സോ തീർച്ചയായിട്ടും എഡിറ്ററെ പൊന്നാട അണിയിക്കാൻ വേറൊരു വ്യക്തിത്വം ഇല്ല. UAE ഫസ്റ്റ് ടൈമാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു അലുമിനി മറ്റൊരു രാജ്യത്ത് വെച്ചിട്ട് അവരുടെ ഒരു കോളേജിലെ എല്ലാ ടീമുകളെയും ഒരുമിപ്പിച്ചിട്ട് ഒരു മാഗസിൻ. സോ ആ മാഗസിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷന് വേണ്ടിയിട്ട് ഒരു എഡിറ്ററെ ഏൽപ്പിക്കുന്നു. ആ എഡിറ്ററെ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ഫൈനലി ആ ഒരു ബെസ്റ്റ് മൊമെന്റ്, ഇവർ സ്വപ്നം കണ്ട കിനാശേരി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹാർഡ് കോർ ടീം സ്പിരിറ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിന് വലിയ കൈയടി തന്നെ കൊടുക്കണം, നല്ലൊരു കൈയടി കൊടുക്കാം. ഈ ഒരൊറ്റ ടീമാണ്. ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും എത്ര അലുമിനി മീറ്റിംഗ് നടന്നാലും മാഗസിൻ എന്നൊരു പരിപാടി നിങ്ങളത് ഓരോ വർഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെരി ഫസ്റ്റ് ഐഡിയ ഇട്ട വെരി ഫസ്റ്റ് ടീമാണ് ഈ നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ ബയോയിൽ ഒരു മികച്ച ഫോട്ടോ ആയിട്ട് മാറുന്നതായിരിക്കും. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇനി കമ്മിങ് മാഗസീൻസിലൊക്കെ ഇനി ഇത് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യണം. ഇത് നേരത്തെ നമ്മൾ സിനിമാ ഡെക്കറേഷനിൽ കണ്ടവർ തേങ്ങ ഉടക്കാശാന എന്ന് പറഞ്ഞ പോലെ മാഗസിൻ എപ്പോൾ ലോഞ്ച് ചെയ്യുന്നുള്ളതാണ് ഇനി നമ്മുടെ ചോദ്യം. മാഗസിൻ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എൻട്രീസിൽ നിന്നുമാണ് സെമസ്റ്റർ എന്ന് പറയുന്നൊരു പേര് അതിനെ സെലക്ട് ചെയ്തത്. സെമസ്റ്റർ ബിയോണ്ട് സിലബസ്. ആൻഡ് അതിന് ആ ഒരു വാക്കിന് ഒത്ത നടുക്ക് MES എന്നുകൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ആ പേരിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. സോ സെമസ്റ്ററിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. The official launch of our magazine. അർഷദ് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് ആരാധകരുടെ ആവശ്യമുണ്ട്. പക്ഷെ പെട്ടെന്ന് രണ്ട് വാക്കെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, നമസ്കാരം. മാഗസിൻ എല്ലാവരും പറഞ്ഞേനു. അത് സത്യം പറഞ്ഞാൽ മാഗസിൻ ഒരു ഇമോഷനായിരുന്നു. ഒരു 51 പേരുടെ കോർ ടീം ലാസ്റ്റ് ഒരു 5 മാസമായിട്ട് അഹോരാത്രം പണിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മാഗസിനാണ്. 100% നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. നമ്മുടെ പിള്ളേരുടെ കവർ ഡിസൈനിലുള്ള, നമ്മുടെ പിള്ളേർ ഡിസൈൻ ചെയ്ത, നമ്മുടെ പിള്ളേർ സെലക്ട് ചെയ്ത നെയിമുള്ള ആ മാഗസിൻ ലാസ്റ്റ് 23 വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫുൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിക്കാതെ ഒരാളും പോകരുത്. പുറത്തു വിടില്ല. ഇത് വാങ്ങിക്കാതെ ഒരാളും പുറത്തു വിടുന്നില്ല. ഇല്ല, പുറത്തു വിടില്ല. നമ്മൾ 98 ബാച്ച് ആയിക്കോട്ടെ, 2025 ബാച്ച് ആയിക്കോട്ടെ, VR1 MES അത് എഴുതി കാണിക്കുന്ന മാഗസിനാണത്. എല്ലാവരും വാങ്ങിക്കുക, അത് വാങ്ങിച്ച് ആസ്വദിക്കുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അർഷദ് ഖാൻ. നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് എല്ലാവിധ നന്ദിയും നമ്മൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. Now the launch. And finally the most awaited moments. Semester beyond syllabus. Alumni Magazine 2025 Semester Beyond the Syllabus, here for you guys.
ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് അന്നത്തെ മാഗസിനിൽ ചിലപ്പോൾ ഒരു കഥ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അന്നതിന് ചിലപ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ അവസരം കിട്ടി കാണില്ല, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ചിലപ്പോൾ റിജക്ഷൻ വന്നു കാണും, അല്ലെങ്കിൽ അന്നത് വാങ്ങിക്കാൻ പറ്റിയില്ല, നമുക്കത് മിസ്സായി പോയി. പക്ഷെ ഫൈനലി ഇപ്പോൾ നമ്മുടെ പേരിൽ, നമ്മുടെ കോളേജിന്റെ പേരിൽ, നമ്മുടെ കഥയും ലേഖനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് UAE-ക്കാർക്ക്, ഇവിടുത്തെ അലുമിനി ടീമിന് വേണ്ടി സ്വന്തമായിട്ടൊരു മാഗസിൻ, അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ട്. നമ്മൾ MESന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിലും ഭയങ്കര സന്തോഷം തോന്നുന്നു. വൺസ് അഗൈൻ Exactly. It's a whole team very proud moment and I need you guys, everyone, to give them a round applause. ഈ അലുമിനി മാഗസിന് നമ്മളിത് റിലീസ് ചെയ്യുമ്പോൾ ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇതിനേക്കാൾ ഒരു ബെറ്റർ ചോയ്സ് ഇല്ല. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ ഫസ്റ്റ് അലുമിനി പ്രസിഡന്റ് സഞ്ജയ് ടു ദ സ്റ്റേജ് ആൻഡ് ഇത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2025. സോ all the way from 1998 to 2025 we are handing over our legacy. So I would like to invite 2025 coordinator Ayman Sabik to the stage. Fatima B also. ഒരു 27 വർഷത്തിന്റെ നമ്മുടെ അലൂമിനിയുടെയും അതുപോലെ MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെയും ഒരു ചരിത്രം പറയുന്ന ഒരു നിമിഷമാണ്. കാരണം ആദ്യ ബാച്ചിൽ നിന്നും 1998 ആദ്യ ബാച്ചിൽ നിന്നും പാസ് ഔട്ട് ആയ ആൾക്കാണ് 2025 ലാസ്റ്റ് റീസെന്റ് ബാച്ചില് പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റ്. What a moment, അല്ലേ? ഇതൊരു ഗംഭീര മൊമെന്റ് ആണ്. ഇതൊന്നും ഈ ഒരു ഐഡിയ ഒന്നും വേറെ ഏതെങ്കിലും ഒരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോളേജ് ആർട്സ് കോളേജ് ഒന്നും എവിടെയും ഇംപ്ലിമെന്റ് ചെയ്ത് കാണാൻ വഴിയില്ല. സോ ഒരു വലിയ കയ്യടി നമ്മുടെ ഈ ഹോൾ ടീമിന്, ഈ ഐഡിയക്ക് വരെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഒഫീഷ്യലി ഇനി അങ്ങോട്ട് എല്ലാ വർഷവും നമുക്ക് നമ്മുടേതായ, നമ്മുടെ മാത്രം, നമ്മുടെ സ്വന്തം Our first copy, that first copy is here. ആദ്യ ബാച്ച് ആണെങ്കിലും ഇന്നും MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എല്ലാവർക്കും ചെറുപ്പമാണെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയിട്ടാണ് ഈ ഒരു മൊമെന്റ്. വളരെ സന്തോഷത്തോടെ ദ മോസ്റ്റ് സീനിയർ സ്റ്റുഡന്റ് ജൂനിയറിൽ നിന്നും ആദ്യത്തെ UAE ചാപ്റ്റർ സ്പെഷ്യൽ മാഗസിൻ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. ആരാണ് 98? ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കും. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സ്റ്റുഡൻസിന്, പൂർവ്വ വിദ്യാർത്ഥികൾക്കും എന്താ പറയാ, പ്രായമില്ല, അവരിപ്പോഴും സ്റ്റിൽ ചെറുപ്പമാണ്. ആ വൈബിലാണ് നമ്മൾ ഈ പ്രോഗ്രാം രാവിലെ തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് അമേസിംഗ്. ഒന്നും പറയാനില്ല. അമേസിംഗ് ഗൈസ്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇൻ ഗ്രേറ്റ് ജോയ് ഈ ഒരു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ പ്രസൻറ്റിംഗ് ദിസ്. ആക്ച്വലി 23 ഇയേഴ്സ് ബാക്ക് നമ്മൾ ഈ അലുമിനായി തുടങ്ങിയപ്പോൾ നെവർ തോട്ട് ദാറ്റ് ഇറ്റ് വിൽ റീച്ച് ഇൻ ദിസ് സ്കെയിൽ. ഐ എം ഓൾസോ ഇൻ ടിയേഴ്സ് ബിക്കോസ് 23 വയസ്സ് കൂടി അന്നത്തേക്കാളും. Anyway, this OB has done a wonderful job. It's okay. You don't look something like that. Yeah. അപ്പോൾ ദിസ് OB ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇതുവരെ ഇതിനു മുമ്പ് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് അർഷദ് ഹാസ് റിയലി ഡൺ. ആൻഡ് ഐ വോണ്ട് ടു റിയലി congratulate the OB team and especially Arshad and the complete team for taking the initiative and courage. ഇതൊരു ചെറിയ ഒരു it's not an easy task. You must have seen it. വലിയൊരു ടാസ്ക്കാണ്. So they've done it in a wonderful way. Congrats, and I hope you all will enjoy this magazine, and I hope we will have more magazines to come in the coming years. Thank you very much. Wonderful. ഈ മാഗസിൻ്റെ ടാഗ് ലൈന് നമുക്ക് ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടാഗ് ലൈൻ സജസ്റ്റ് ചെയ്തത് ഷമീം അബ്ദുള്ള 2009 ബാച്ചാണ്. ആള് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേദിയിൽ വന്നിട്ട് ഈ ഒരു ഇത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ആളുടെ ബിഹാഫിൽ വേറെ ആരെങ്കിലും വന്ന് ആളുടെ ഷമീം അബ്ദുള്ള. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ടാഗ് നെയിം ബിയോണ്ട് ദ സിലബസ്. ഒരു കൈയ്യടി കൊടുക്കാം. നമ്മുടെ വെരി ഫസ്റ്റ് മാഗസിൻ്റെ
പേരോടൊപ്പമുള്ള ടാഗ് ലൈൻ ബിയോണ്ട് ദ സിലബസ്. സെമസ്റ്റർ ബിയോണ്ട് ദ സിലബസ്. ആ പേരിൽ തന്നെ ഒരു പവർഫുൾ തുടക്കമാണ് നമ്മൾ മാഗസിൻ്റെ വെരി ഫസ്റ്റ് സീസൺ തുടങ്ങിയിട്ടുള്ളത്. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ അവാർഡ് ദാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പഞ്ച് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാം. വാങ്ങിക്കുന്നവനും കൊടുക്കുന്നവനും ഒരു ഹരമാണ്. ഓക്കെ ഓക്കെ, ഇനി ഈ മാഗസിൻ്റെ ഒരു നെയിം ഇന്നലെ നമ്മളെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലാണെന്നുണ്ടെങ്കിലും അവരെടുത്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഈ മാഗസിൻ്റെ നെയിം ആൻഡ് ടാഗ് ലൈൻ. സെമസ്റ്റർ എന്നുള്ളത് സജസ്റ്റ് ചെയ്ത സുഹൈർ സിദ്ദീഖ് 2010 ബാച്ച്. ആള് ഓഫ് ഷോറിലാണുള്ളത്. ഓൺ ബിഹാഫ് ഓഫ് സുഹൈർ സിദ്ദീഖ് ആർക്കെങ്കിലും വന്നത് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കളക്ട് ചെയ്യാം. ആരാലും കുഴപ്പമില്ല, 2-3 പേര് പോരെ. ആ പൊളി, പുള്ളിക്ക് ഒരു കൈയ്യിൽ എടുക്കൂ. താങ്ക് യു. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു മാഗസിൻ്റെ കവർ ഡിസൈൻ, നമ്മളുടെ യൂണിഫോമും നമ്മളുടെ ആ പാൻറ്റും പിന്നെ MES കോളേജിൻ്റെ ആ ഡോമെല്ലാം ഡിസൈൻ ചെയ്തത് നമ്മളുടെ ഒരു MES കാരി തന്നെയാണ്. 2009 ബാച്ച് നസ്രീൻ അഷ്റഫ് ഫോർ ഡിസൈനിങ് ദ കവർ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. എല്ലാവരെയും നൊസ്റ്റു ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പഴയ യൂണിഫോമും. നമ്മളിതൊരു 10,000 ഇന്ത്യൻ റുപ്പിയുടെ ഒരു കോൺടെസ്റ്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ കോൺടെസ്റ്റ് വിന്നറാണ് നസ്രീൻ. കൺഗ്രാറ്റുലേഷൻ നസ്രീൻ. താങ്ക് യു. അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ സെമസ്റ്റർ ആലിബാബയെ 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ആലിബാബ 51 കള്ളന്മാരുണ്ടായിരുന്നു. ദ കോർ കമ്മിറ്റി ടീം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രാത്രിയും പകലും എല്ലാം പ്രവർത്തിച്ച ആ ഒരു കോർ ടീം. ലെറ്റ്സ് കം ടു ദ സ്റ്റേജ്. വി വിൽ ടേക്ക് എ ഫോട്ടോ. സോ ആ 51 പേരിൽ എത്ര പേര്? 51 പേര്. അവസാനം കാണിച്ച ഗ്രൂപ്പ് ഫോട്ടോയിൽ മക്കളെ, ഇത് നിങ്ങളുടെ സ്റ്റേജ് ആണ്. കം ഓൺ. മാഗസിൻ കോർ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം സ്റ്റേജിൽ വരണമെന്ന് പെട്ടെന്നായിക്കോട്ടെ. നമ്മുടെ കോളേജ് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒരുമിച്ച് ഈ ഒരു 51 പേരും കുറെ നാളുകളായിട്ട് ഇതിന്റെ പുറകെ അഹോരാത്രം പണിയെടുത്തവരാണ്. സോ അവരെല്ലാവരെയും ഒരുമിച്ചൊന്ന് ആദരിക്കുകയാണ്. ഇതാരാണ്, എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 51 ആൾക്കാരുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറി സെമസ്റ്റർ ബിയോണ്ട് ദ സിലബസ് എന്ന് പറയുന്ന മാഗസിൻ. യു ഗൈസ് വിൽ ബി ചെറിഷ്ഡ് ഫോർ എ ലോങ് ടൈം. ഇനി അങ്ങോട്ടുള്ള ഏത് മാഗസിൻ ലോഞ്ച് വന്നാലും നമ്മൾ ഇനി UAE വിട്ട് പോയാലും ശരി, MESന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ UAE ചാപ്റ്റർ അലുമിനിയിൽ മാഗസിൻ ലോഞ്ച് ചെയ്ത വെരി ഫസ്റ്റ് സീസണിൽ ഞങ്ങൾ എല്ലാവരും കേറി വരണം. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് 51 തയ്ക്കണം. നിങ്ങൾ അടുത്തേക്ക് നിൽക്കൂ. ഫ്രണ്ടിലോട്ട് വന്നോളൂ. ഫ്രണ്ടിലോട്ട് കുറച്ച് എല്ലാരും കേറി വരണം. ആ സൈഡിലേക്ക് കുറച്ചുപേര്, ആ സൈഡിലേക്ക്. ഫോട്ടോഗ്രാഫർ കേറി നിൽക്കണോ? ബാക്ക് സൈഡ് ഉള്ളവർ ആ ബാക്കിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നില്ല. നിങ്ങളൊന്നും ഇവിടെ ഇങ്ങോട്ട് വാ. മുട്ടുകുത്താൻ പറ്റുന്നവരാണെങ്കിൽ മുട്ടുകുത്തുക. അടുത്ത മാഗസീനിൽ വരാനുള്ള പിക്ചറാണ്. ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. പേരെടുത്ത് വിളിച്ച് പറയാൻ പറ്റുന്നതാണ്. ഇനി ആ 51 ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫോട്ടോ എടുത്തതാണ്. ഏതാന്ന് ചോദിക്കുക അടുത്ത വരുന്ന ആൾക്കാര്. ഇവിടെ ഈ സൈഡ് വാ. ഇതാണോ ആ സ്ഥലത്തോണ്ടിരുത്തണോ? ഓക്കെ ആണോ? സെറ്റാണ്. എന്നാ നമുക്ക് മാറി നിൽക്കാം. മാറണ്ട, താഴേക്ക്.
The team behind Semester Beyond the Syllabus, guys, give them a big warm round applause right now. താങ്ക് യു. ഒരുപാട് നേരം മുട്ടുകുത്താൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. കാരണം കഴിഞ്ഞൊരു 4-5 മാസത്തെ കണക്ക് അവർ കൃത്യമായിട്ട് പറഞ്ഞു. ഒരുപാട് ദിവസങ്ങളിൽ ഒരുപാട് തവണ ഡിസ്കഷനും ഈ പറഞ്ഞ പോലെ തന്നെ അതിലെ വെട്ടും തിരുത്തും ഒക്കെ ആയിട്ട് ഫൈനലി അതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാനുണ്ട്. Such an energetic crowd. അത് നിങ്ങളുടെ മാഗസീനിലുണ്ട്. വെരി ലൈവ് ആൻഡ് വൈബ്രന്റ്, അമേസിംഗ്. ഇനിയിപ്പോ അടുത്ത മാഗസിൻ സീസണിലേക്ക് വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പുറകെ പ്രവർത്തിക്കാനും എൻട്രീസ് കൊടുക്കാനും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഇവരിത് എന്താവും എന്ന് അറിയാണ്ട് തുടങ്ങിയതാണ്, പക്ഷെ ഒരു വമ്പൻ സക്സസ് ആയിട്ടുണ്ട്. എനിവേ വൺസ് അഗെയിൻ ആ ടീമിന് മൊത്തം നമ്മുടെ ഒരു താങ്ക് യു അറിയിക്കുകയാണ്.